ഇന്ന് ഭയങ്കര ഒരു സന്തോഷത്തിന്റെ ദിവസമാണ്. കാരണം ഇന്ന് മലയാളികൾ എല്ലാവരും വിഷു ആഘോഷിക്കാൻ പോവുകയാണ്. വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് കണിക്കുന്ന ഒരു ഐശ്വര്യം തന്നെയാണ്. ഒരു പ്രത്യേക ഒരു സന്തോഷമുള്ള ഒരു ദിവസത്തില് സന്തോഷമുള്ള ഒരു എപ്പിസോഡ് ആകണമെങ്കിൽ വളരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് സന്തോഷം പകരുന്ന 2 ഗസ്റ്റുകളായിരിക്കും ഇന്ന് വരാൻ പോകുന്നത്. അവരെ ഞാൻ സ്നേഹപൂർവ്വം ഈ ഗാനത്തിലൂടെ ഞാൻ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ ഒരു കണി അവർ പ്രതീക്ഷിച്ചില്ല. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, നമ്മുടെ നാട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും എനിക്കൊരു ആഗ്രഹം, നിവിനെയും അജുവിനെയും കണ്ടപ്പോൾ, കാരണം എത്ര പടങ്ങൾ ചെയ്താലും നിങ്ങളെ പെട്ടെന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാല് തട്ടത്തിൻ പറയത്ത് എന്നേ പറയുള്ളൂ. പക്ഷെ എനിക്കൊരാഗ്രഹം, ഈ പാട്ട് പാടിയപ്പോ ഈ പാട്ടിന് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡയലോഗ് ഉണ്ട്. അത് വിനീതാണോ നിവിനാണോ പറഞ്ഞത്, എനിക്ക് നിവിനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ആര് പറഞ്ഞത് എന്തൊരു സിംഗർണൈസേഷൻ, എന്തൊരു ബ്ലിങ്കർണൈസേഷൻ എനിക്ക് അവിടെ തോന്നി. എന്നാലും ആ വരി എനിക്കൊന്ന് കേൾക്കണം എന്നൊരു ആഗ്രഹം. എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അത് കേൾക്കണം എന്നൊരു ആഗ്രഹം. എന്ത് പറയുന്ന അജു, കൂടുന്നോ? പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരക്കാറ്റുണ്ട്. അതവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മഞ്ചു കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, മറ്റൊരുത്തിന് ഇവളെ വിട്ടുകൊടുക്കില്ല. ഇവളെന്റെയാണ്. അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു സന്ധ്യയിൽ മനമേ എന്ന പ്രോഗ്രാമിലാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾ വല്ല അറിയുന്നുണ്ടോ ഇതൊക്കെ? അങ്ങനെ ഒരിക്കലില്ല. ഞാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലേ? അല്ലേ? ആണോ? അങ്ങനെയാണോ നിങ്ങൾ കാണുന്നത്? അല്ലാണ്ട് വേറെ എന്തായാലും ഈ പ്രോഗ്രാം എന്തായിരിക്കും? ഒരു നോർമൽ ചാറ്റ് ഷോ ആണോ എന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്വാഭാവികമായ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് 1-1-3 എന്ന പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 2+1 എത്രയായി? 3. പക്ഷെ നമ്മള് 2-1-3 എന്താ എത്രയാ? 2-1 എത്രയാ? 1+1 എത്രയാണ്? 2 ആവുന്നുള്ളൂ. പക്ഷെ 1-1 ഇവിടെ 3 ആകുന്നു. അതാണ്, അതായത് 2 കാര്യങ്ങൾ ചേരുമ്പോൾ മൂന്നാമതായിട്ട് എന്തൊക്കെയോ ഇവിടെ സംഭവിക്കാൻ പോകുന്നു. ഇത് നമ്മുടെ വിഷു സ്പെഷ്യൽ എപ്പിസോഡാണ്. ആദ്യം തന്നെ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത വിഷുവിന് കിട്ടിയ മീശമാധവന് പറ്റിയ പോലത്തെ എന്തെങ്കിലും കണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധങ്ങളോ അല്ലെങ്കിൽ നല്ലൊരു കണി കണ്ടു അല്ലെങ്കിൽ വിഷുവിന് നിങ്ങൾക്ക് ഓർത്തിരിക്കുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും എന്തെങ്കിലും സംഭവം ഉണ്ട്? എന്റെ മലർവാടി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വിഷുവിന്റെ സമയമായിരുന്നു. അപ്പൊ നമ്മുടെ വണ്ടി ഓടിച്ചിരുന്ന സഞ്ജയ് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ബൾബ് എന്നാണ് വിളിക്കുന്നത്. ബൾബ് അദ്ദേഹത്തിന്റെ അങ്ങനെയാണ് പുള്ളി. അപ്പൊ
വിഷു കണി കാണാൻ വേണ്ടിട്ട് ഒരു അമ്പലത്തിന്റെ ചുറ്റുവട്ടാണ് ഷൂട്ടിംഗ് നടക്കണേ. പുള്ളി അമ്പലത്തിന് മുമ്പിൽ കൊണ്ടുപോയി വണ്ടി ഇട്ടു, അതായത് സീറ്റ് ചെരിച്ചിട്ടിട്ട് ഉറങ്ങി. അപ്പൊ എഴുന്നേക്കുമ്പോ നേരെ അമ്പലം കാണാമല്ലോ എന്നൊരു ഇട്ട് കറക്റ്റ് നിൽക്കുകയാണ്. ഞങ്ങളൊരു 12 മണിയായി കഴിഞ്ഞപ്പോ മീശമാധവൽ എന്താണോ ഉണ്ടായത് അത് തന്നെ ഭഗത്തിന്റെ മേൽനോട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി അദ്ദേഹത്തിന് അങ്ങനെ ഒരു കണി കൊടുത്തു. അത് അപ്പൊ ഈ വെറുതെ ചമ്മലും പേടിയാന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളെയാണ് എനിക്ക് ശരിക്കും പേടിക്കേണ്ടത്. നിങ്ങൾ ശരിക്കും നിങ്ങളുടേതായ ഇവിടെ കാണിക്കില്ല, അതോ എനിക്ക് ബുദ്ധിമുട്ടില്ല. മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രമാണ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം. നിങ്ങളുടെ ജീവിതത്തിൽ അജുനും നിവിനും ഒത്തിരി സാമ്യങ്ങളും ഉണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അല്ലെ, രണ്ടുപേരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മദ്രാസിലും പല പല സ്ഥലങ്ങളിലുമായിട്ട് ജോലി ചെയ്തു. നിങ്ങൾ രണ്ടുപേരും എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് വിനീത് ശ്രീനിവാസൻ എന്നൊരു ഡയറക്ടറിന്റെ കീഴില്, ഡയറക്ടറായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും വിനീതിനെ തോന്നത്തില്ല, നിങ്ങളുടെ ഒരു കൂട്ടുകാരനായിട്ട്. അജുവിന്റെ പറയാനാണെങ്കിൽ കിളി പോയാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷങ്ങൾ. നിവിന്റെ ആണെങ്കിൽ എന്നെ ഏറ്റവും ഞെട്ടിച്ച ഒരു സംഭവം എന്ന് പറയാൻ, ഭയങ്കര ഒരു ചോക്ലേറ്റ് പയ്യനായിട്ട് വന്നിട്ട് ഡാ തടി എന്ന ചിത്രത്തില് ഇത്ര ഒരു വില്ലത്തരം കാണിക്കാൻ പറ്റുന്ന ഒരാളാന്ന് എങ്ങനെ ആഷിക പോലും മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവുന്നതില്ല. നേരിട്ട് പേഴ്സണലായിട്ട് അടുപ്പം ഉണ്ടായത് അറിഞ്ഞതാണോ? മറ്റേ തട്ടത്തിന് പറയുന്നത് അഭിനയിക്കേണ്ടി വന്നല്ലോ. ആഷിഖൻ അറിയായിരുന്നു. അപ്പൊ ആഷിഖൻ ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പൊ ഇങ്ങനെ ഒരു റോൾ ഉണ്ട്, അപ്പൊ ചെറിയ വേഷമായിരിക്കും ആദ്യമേ പറഞ്ഞു. പക്ഷെ ആഷിഖന്റെ ഒക്കെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് താല്പര്യമാണ്, നല്ല ഫിലിം മേക്കേഴ്സ് ആണ്. ചെറിയ വേഷം അല്ലല്ലോ ശരിക്കും അത്. പിന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു നെഗറ്റീവ് റോളാണ്, എനിക്ക് നെഗറ്റീവ് റോൾസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇനി അങ്ങോട്ട് വേണമെങ്കിൽ നല്ല വേഷം കിട്ടുകയാണെങ്കിൽ നെഗറ്റീവ് റോൾസ് ആണ് ഞാൻ ചെയ്യും. ഇത് അതിനുവേണ്ടിയാണോ ഇപ്പൊ ഇങ്ങനത്തെ താടിയും? അടുത്ത വില്ലനൊന്നല്ല, അടുത്ത നോർമൽ ക്യാരക്ടറാണ്, പക്ഷെ താടി വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ തട്ടത്തിൻ മറയത്തിലെ എല്ലാ പെൺകുട്ടികളുടെയും മനം കവർന്ന ഒരു നായകനായി മാറി അല്ലെ? അങ്ങനെയായിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് 4 മക്കളുണ്ടെന്ന് വെളിപ്പെടുത്തിയപ്പോ അത് ഫാൻസിനെ നിരാശപ്പെടുത്തിയോ? 4 മക്കളൊന്നും ആയിട്ടില്ല, ആദ്യത്തെ കൊച്ചിന് 10 മാസം. ഞാൻ തട്ടത്തിൻ അപ്പൊ പെട്ടെന്ന് പറയണം. അല്ല, ഞാൻ മലർവാടി കഴിഞ്ഞ നെക്സ്റ്റ് മന്ത് വിവാഹം കഴിച്ച ആളാണ്. അന്ന് പോലെ എല്ലാവർക്കും അറിയാം ഞാൻ മാരീഡ് ആണുള്ളത്. അല്ല, തട്ടത്തിമറത്ത് എന്റെ പ്രത്യേകിച്ച് ഒരു ഡിക്ലറേഷൻ ഒന്നും ഞാൻ നടത്തിയിട്ടില്ല എന്റെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞത്. എല്ലാവർക്കും അറിയാൻ തോന്നുന്നത്. അതുമൂലം എന്തെങ്കിലും തിക്താനുഭവങ്ങൾ നേരിട്ടോ? അല്ലെങ്കിൽ ഫാൻസ് ആയിട്ട് വന്ന പെൺകുട്ടികൾ അയ്യോ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല നിവിൻ ചേട്ടാ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു? അറിയാത്തവരുണ്ടായിരുന്നു. നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോ ഇങ്ങനെ മാരീഡ് എന്ന് പറയുമ്പോൾ അവര് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അറിഞ്ഞില്ല കേട്ടോ, വൈകി പോയി പറ്റിച്ചു കളഞ്ഞു, നേരത്തെ കെട്ടണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തോന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല. സത്യമായിട്ടും ഞാൻ ഹാപ്പിയാണ്, കംഫർട്ടബിൾ ആണ്. അതെന്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലേ? ഇവിടെ നിങ്ങൾക്ക് പല പല ഗെയിമിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കിളി പോയി എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട് ശരിക്കും. എന്റെ പടത്തിൽ പക്ഷെ ഞങ്ങൾ അവനെ ഓമനിച്ച് റോബോ എന്നാണ് വിളിക്കുന്നത്. റോബോ നിങ്ങൾ എന്ത് കള്ളത്തരം പറഞ്ഞാലും അത് കൈയോടെ പിടിച്ചിരിക്കും. ചിഞ്ചു മഞ്ചൊക്കെ എന്താ പറയണ? ചിഞ്ചു മഞ്ചൊക്കെ സുഖമായിട്ടിരിക്കില്ലേ? ശരിക്കും പറഞ്ഞ എത്ര ചിഞ്ചു മഞ്ചുമാരുണ്ട് ജീവിതത്തില്? അങ്ങനെ ആരുമില്ല. എന്റെ അജു ശരിക്കും ഈ ബാച്ചിലർ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്? അതോ നിവിൻ പോലെ പോലെ പെട്ടെന്ന് കല്യാണം കഴിച്ചൊന്ന് വീട്ടിൽ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നു? എനിക്ക് പ്രായമൊന്നുമില്ലല്ലോ എനിക്ക്. ആ മെഷീൻ ശരിയല്ല, അപ്പോഴേ പറഞ്ഞതാണ് ഇവിടെ വന്ന കെടിയോ. നിങ്ങൾ ഒരേ പ്രായത്തിലല്ലേ? എനിക്ക് ഒരു കാര്യം അറിയാം, നിവിൻ എന്നെക്കാൾ 1 വയസ്സ് ഇളയതാ. നെറ്റ് നോക്കി കണ്ടുപിടിച്ചു. ഞാൻ വളരെ ഇളയതാ. എത്ര? എന്തായാലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്ന സമയത്താണല്ലോ പെട്ടെന്ന് മലർവാടിയിലോട്ട് വിളിച്ചത്. അപ്പൊ ആ വയസ്സ് ഊഹിക്കാം. അതെ, പക്ഷെ എന്താ 5 തൊട്ട് 10 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. അമ്മയോട് പറയട്ടെ പെട്ടെന്ന് കെട്ടിച്ചുവിടാൻ പറ. ഞാന് രസമുണ്ട്, ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ വീട്ടിൽ ചെന്നു. ഞാൻ കാർഡായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് തന്നെ എനിക്ക് താഴെ അച്ഛനമ്മയും കൊണ്ട് കൊടുക്കും, അവർക്കും ഒരു വിചാരം വരട്ടെ, ഒരു മോൻ ഇവിടെ ഉണ്ട്. ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പയ്യനാണ്. ഈ 113 എന്ന പ്രോഗ്രാമിലൂടെ ഒരുപാട് വിവാഹാഭ്യർത്ഥനകൾ വരികയും അത് സ്നേഹപൂർവ്വം തിരസ്കരിക്കാണ്ട് അതിലൊന്നിനെ ചൂസ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കട്ടെ അജുൻ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു കൊച്ചു കളി കളിക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ ചത്തുകുത്തിയിരുന്നു. വളരെ സ്പീഡിൽ 5 പ്രാവശ്യം പറയുക. സമ്മാനം ഉണ്ട്. ഇതിന്റെ എല്ലാം കൂടെ അവസാനമായിരിക്കും സമ്മാനം ചേർത്ത് തരിക. ആദ്യം നമുക്ക് അജുവിൽ നിന്ന് തുടങ്ങാം. ടങ് ട്വിസ്റ്റർ എന്നാണ്. ടങ് ട്വിസ്റ്റർ തന്നെ ഒരു 5 പ്രാവശ്യം പറഞ്ഞാൽ പണിയാവും. ശരി, പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ ചത്തുകുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ ചത്തുകുത്തിയിരുന്നു. റെഡി. പത്തനാപുരത്ത് പച്ചത്തത്തകൾ ചത്തുകുത്തിയിരുന്നു. മൂന്നാമത്തെ പത്തനാപുരത്ത് പച്ചത്തത്തകൾ ചത്തുകുത്തിയിരുന്നു. മതി, ഇനി 4മത്തെ പോകണ്ട, കാരണം കംപ്ലീറ്റ് വാക്ക് മാറിപ്പോ. ഇനി നിവിൻ. പത്തനാപുരത്ത് 10 ചത്തുകുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തുകുത്തിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തുകുത്തിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത. ഇവിടെ വിജയിച്ചിരിക്കുന്നത്
വിജയിച്ചിരിക്കുന്നത് റിമി ടോമി. രാവിലെ തൊട്ട് എഴുതി പഠിക്കുന്നത് കണ്ടു. പക്ഷേ ഉണ്ടല്ല, ഞാൻ അജു സ്കോർ ചെയ്യുന്നു വിചാരിച്ചു. നിവിൻ കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കുന്ന ആളാണെങ്കിലും ഈ വക പ്രാക്ടീസുകളൊക്കെ വീട്ടിൽ മുറക്കി നടക്കുന്നുണ്ട്. കറക്റ്റ് ചെയ്യാൻ ആർക്കറിയാം. ഈ മുണ്ട് കണ്ടപ്പോ എനിക്കൊരു തോന്നല്, എന്താണ്? ആട് തോമേനെ. കേരളത്തിന്റെ ഒരു നാടൻ പെണ്ണുങ്ങളെ എത്രത്തോളം അവർ സെറ്റ് മുണ്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഭംഗി, അതേപോലെ ആണുങ്ങൾ ഒരു കശവും മുണ്ടും. അജുബ തീരെ ചേർന്നില്ലല്ലോ, എന്ത് പറ്റി? ചുമ്മാ പറഞ്ഞേട്ടാ, നല്ല രസമുണ്ട്. അജു എന്തിട്ടാലും നല്ല രസമുണ്ട് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ആഗ്രഹിച്ചിട്ടുണ്ട്. ആണുങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ല, പെണ്ണുങ്ങൾ പറഞ്ഞാൽ കൊള്ളാം, പെണ്ണുങ്ങൾ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു ഉത്തരം പറയാ. നിവിൻ പോളിയായിട്ട് ഇത്ര കൂട്ട്. ഒരു കാര്യം ചെയ്യാം. അപ്പൊ നമുക്ക് വിഷു ഒക്കെ ആയിട്ട് നമുക്ക് പ്രഷർ കിട്ടിയ ഒരു ഭയങ്കര ഗിഫ്റ്റാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങളുടെ ഈ എളിമ, നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ, നിങ്ങളുടെ ഈ വളർച്ച, അവരെല്ലാവരും നിങ്ങളെ കണ്ണു നട്ടിരിക്കുകയാണ്. കണ്ണു നട്ട് കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പു തോട്ടം കട്ടെടുത്തത് ആരാണ്? നിവിൻ പോളി ആരാണ്? ആ ഭാര്യയുടെ പേരാ ചോദിച്ചത്. റിനയാണ് കേട്ടോ, നമ്മുടെ എല്ലാം ശത്രു. ചുമ്മാ പറഞ്ഞാണ്. എന്തായാലും എന്ത് കല്യാണം കഴിച്ചാണെങ്കിലും നിവിൻ പോളിക്കും അജു വർഗീസിനും സുന്ദരിയായ പെണ്ണുങ്ങൾ എപ്പോഴും ഒരു വീക്ക്നെസ് തന്നെയാണ്. കല്യാണം ഓൾമോസ്റ്റ് അല്ലേ? ആര് പറഞ്ഞു? കല്യാണം ആയിട്ടില്ല, സമ്മതിക്കില്ല. ഞാൻ ഇപ്പോഴൊന്നും ഞാൻ കേട്ടില്ല എന്നാണ് പറയുന്നത്. വിഷു ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ഐശ്വര്യമായിട്ടൊരു വിഷുപ്പാട്ട്. ദേവാസുരം എന്ന ചിത്രത്തിലെ വിഷുപ്പാട്ടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും അതിന്റെ അകത്ത് കൊന്നപ്പൂക്കെ വരുന്നുണ്ട്. നമുക്കൊരു വിഷുപ്പാട്ടാക്കി മാറ്റാത്. യെസ്, അറിയാം. മലയാളത്തിലെ പാട്ടുകളൊക്കെ നന്നായിട്ട് അറിയുന്ന യുവതലമുറയാണെങ്കിലും കുറച്ച് നല്ല മെലഡികളും പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ദേവാസുരം അതിലെ പാട്ടുകള് ലാലേട്ടൻ. അപ്പൊ നമുക്ക് ലാലേട്ടന് വേണ്ടിയും പിന്നെ ഈ വിഷുവിന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഈ പാട്ട് രണ്ടുപേരും കേട്ട് കളയാം കേട്ടോ.